ഹലോ, വെരി ഗുഡ് ഈവനിങ്. മൈൻഡ് സ്ക്രിപ്റ്റ് 60th സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമുക്ക് സെഷൻ ബിഗിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ സെഷനിലും തുടക്കത്തിൽ ചെയ്യുന്ന പോലെ മെഡിറ്റേഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. മെഡിറ്റേഷന് നമുക്ക് ഓരോരുത്തർക്കും അറിയില്ലേ, ഇപ്പൊ നമ്മൾ 16th സെഷൻ വരെ ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മൈൻഡ് സ്ക്രിപ്റ്റ് ഓരോ സെഷനും നമുക്ക് മെഡിറ്റേഷനിലാണ് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്തിരുന്ന കുറേ ആളുകളെ കാണുന്നില്ല. ഏതായാലും ഇനി ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ എല്ലാവരും വരുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മെഡിറ്റേഷൻ ബിഗിൻ ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയില്ലേ ഏത് പോസ്റ്ററിലാണ് മെഡിറ്റേഷൻ ഇരിക്കേണ്ടത് എന്നത്. രണ്ട് കൈകളും കൂട്ടിത്തിരുമ്പി മണ്ഡലമുദ്ര എന്ന് പറയും. ഈ ഒരു മുദ്രയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമുക്ക് റൈറ്റ് ബ്രെയിൻ ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട് അല്ലേ. ഈ രണ്ട് ബ്രെയിനിനെയും നമുക്ക് ഒരു ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്യുന്നത്, മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണല്ലേ, നമ്മളെ സെൽഫ് എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ രീതിയിൽ നിന്ന് ഒരു അപ്ഡേഷൻ വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് വന്നവരാവാം. അപ്പൊ അതിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പല ചിന്തകളിൽ നിന്നിട്ടും നമുക്ക് വേണ്ട ചിന്തകൾ എന്നാണോ എന്നത് സെലക്ട് ചെയ്യാനൊക്കെ മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒന്നാമത്തെ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റിലെ വൺ ഓഫ് ദി ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ ആണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രയാസമെന്ന് തോന്നുന്നതും പറ്റാത്തതുമായിട്ടുള്ള സംഭവം സെൽഫ് കൺട്രോൾ ആണല്ലേ. അതായത് ഈ ഒരു നിമിഷം ഈ ഒരു നേരം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ടു ഡു ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ടു ഡു ലിസ്റ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കലുണ്ട്. പക്ഷെ ടു ഡു ലിസ്റ്റ് ഉള്ളപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നോ എന്നതൊരു ഫാക്ടറാണ്. അപ്പൊ അത് പെർഫോം ചെയ്യാൻ എന്താ പറ്റാത്തത്? എന്തോ ഒരു സാധനം നമ്മൾ പിടിച്ചിരുത്തുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്തോ ചെയ്യണമെന്നുണ്ട് പക്ഷെ സാധ്യമാകുന്നില്ല. അപ്പൊ അതിനൊക്കെ എന്താണ് ഉള്ളത്, പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ, അത് ഒഴിവാക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സംഭവവും നമ്മൾ ഒരുങ്ങി ചെയ്യുമ്പോൾ അതിന് അത്രത്തോളം വേർത്ത് കൊടുത്തിട്ടാലേ ഒരുങ്ങി ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുങ്ങിയിട്ട് മെഡിറ്റേഷന് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗം നമുക്ക് ഏറ്റവും കംഫർട്ടാക്കി മാറ്റുക. അതായത് നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം, പിന്നെ മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ബിഗിൻ ചെയ്യട്ടോ. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെഷൻ തുടങ്ങും. ഇന്ന് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, കഴിഞ്ഞ സെഷനിൽ അല്ലെങ്കിൽ നമ്മൾ 14th സെഷനിൽ നമ്മൾ തോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരുന്നു. ഇനി അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെഷനാണെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തോട്ട്സിനെ എങ്ങനെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഏതായാലും സെഷനിലേക്ക് ക്യൂരിയസ് ആയിട്ട് ഇരിക്കുക. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാട്ടോ. നമുക്ക് സെഷൻ ബിഗിൻ ചെയ്യാം. മെഡിറ്റേഷൻ്റെ ഒരു കാംനെസ്സിൽ ഉറങ്ങിയോ? ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ ആണ്, അതുകൊണ്ട് തന്നെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. സെഷൻ കേൾക്കാം, കേൾക്കാതിരിക്കാം, കേട്ടിട്ട് പല ആക്ടിവിറ്റീസ് നമുക്ക് ഇൻവോൾവ് ആയിക്കൊണ്ട് തന്നെ കേട്ടിരിക്കാം. ഒക്കെ നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മളെ സെൽഫിനെ ചീറ്റ് ചെയ്യാതിരിക്കുക. ഇവിടെ 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മെഡിറ്റേഷനും അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് എൻ്റെ ഒരു സ്പീച്ച് കേൾക്കാൻ വന്നതല്ല നിങ്ങൾ ഓരോരുത്തരും, അതിനപ്പുറമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ. ഇത്രയും സെഷനുകളൊക്കെ ആയിട്ടും നമുക്ക് ചെറിയൊരു ചേഞ്ച് നമ്മളെ ലൈഫിൽ കണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമ്മളെ എവിടേക്കോ മിസ്സായ ഒരു ഫാക്ടർ നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഓരോരോ പോസിബിലിറ്റീസ് കണ്ടത് കൊണ്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ഉള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡ് എന്നതിനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെപ്പോഴും പറഞ്ഞ പോലെ പല സ്ഥലത്തിലും പല ടീച്ചിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും നമ്മുടെ കോർ എലമെന്റ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിനെ, നമ്മുടെ സെൽഫിനെ പറ്റി ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്നതാണ്. അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ശരിക്കലും നമ്മുടെ ലൈഫ് ഒന്ന് എടുത്ത് നോക്കിയാൽ നമ്മൾ ഓരോ മേഖലയിലും നമ്മൾ ജീവിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഒരു പെർഫോമൻസ് അല്ലേ. ആ ഒരു ഋതത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു പോക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കല്ലേ. ഒരു ജോബ് നമ്മൾ ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ, അങ്ങനെ നമ്മളിങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. അപ്പൊ ആ ഒരു പോക്ക് എങ്ങനെ പോകണം, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ജീവിക്കല്ലേ. ജീവിക്കുന്ന സമയം ഒരു ആസ്വാദകരമായിട്ട് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ ലൈഫിനെ കൊണ്ടുപോകണം എന്നത് പറഞ്ഞു തരുന്ന ആളുകൾ വളരെ ചുരുക്കം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ആ ഒരു സംഭവമാണ്.
നമ്മൾ ഓരോരുത്തരും നമ്മുടെ സെൽഫിനെ മനസ്സിലാക്കുക. നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളിൽ എന്തൊക്കെ പ്രവർത്തിക്കാൻ ഇനിയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടും, എന്ത് റിസൾട്ട് കിട്ടും, ഇതൊക്കെയല്ലേ നമ്മൾ മെയിനായിട്ട് ടീച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അറിയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് നമ്മുടെ ചിന്തകളെ പറ്റി പഠിക്കാം. നമുക്ക് അറിയാലേ, നമുക്കൊരു മനസ്സുണ്ട്. അതിലാർക്കും തർക്കമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഒരു മനസ്സുണ്ട് എന്നുള്ള കാര്യം സിംപിളി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറേ കാര്യങ്ങള് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലെ? കുറേ കാര്യങ്ങള് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ചെയ്യണം, എനിക്കത് നേടിയെടുക്കണം എന്നൊക്കെ. അല്ലെങ്കിൽ രാവിലെ എനിക്ക് 6 മണിക്ക് എണീക്കണം, 5 മണിക്ക് എണീക്കണം. മോർണിംഗിലൊക്കെ ഏർലി മോർണിംഗ് എണീക്കാനത് നല്ല കാര്യം എന്നൊക്കെ നമുക്കറിയാം. എന്നാലും നമുക്ക് എന്തുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല? അല്ലാന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ, നല്ല വെൽത്തി ആയിട്ടുള്ള കുറേ ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ പ്രോബ്ലത്തിനെക്കാട്ടിയും കുറഞ്ഞ പ്രോബ്ലം ഉള്ള ആളുകൾ ജീവിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ട് അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആന്തരം, അല്ലെങ്കിൽ ഒരു ഡിഫറന്റ് വന്നിട്ടുള്ളത്? കുറെ ആളുകൾ നല്ല ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടും നല്ല സന്തോഷത്തോടെയും ജീവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാവാം നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നത്? കുറെ എക്സ്ക്യൂസുകൾ നമുക്ക് പറയണ്ടാവും. ഞാൻ ഇങ്ങനല്ലേ, എൻ്റെ ചുറ്റുപാട് ഇങ്ങനല്ലേ, ഞാൻ അതാണല്ലോ ഇതാണല്ലോ. അതൊക്കെ ഇരിക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റീസും അവിടെ ഇരിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ആ ഒരു പോസിബിലിറ്റീസിലേക്ക് നോക്കാതെ, ആ ഒരു കാര്യത്തിനെ നമ്മൾ ഓവർ അഡ്രസ്സ് ചെയ്യാതെ, നമ്മൾ എന്താണ്, നമ്മളെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ടൊക്കെ എത്ര നടക്കുള്ളൂ, എൻ്റെ ചുറ്റുപാടും ഇങ്ങനെയാണ് എന്ന എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് നിരന്തരം നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും ഇമോഷനിൽ കളിക്കുന്നത് നല്ല ഇഷ്ടമാണ് അല്ലേ? മുന്നൊരിക്കൽ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്നത്, നമ്മൾ ഈ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ ഹാപ്പിനെസ് ഉള്ള ഒരു സെഷൻ, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉള്ള ഒരു ഷോട്ട് നമുക്ക് കാണുമ്പോൾ ഓക്കെയാണ്. എന്നിരുന്നാലും നമുക്കൊരു ഇമോഷണലി ഫാക്ടർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലടിച്ച് നമ്മൾ കണ്ടിരിക്കും അല്ലേ? അതായത് നായകനും നടിയും ഭയങ്കര പ്രണയത്തിലാണ്, ആ പ്രണയം ബ്രേക്കപ്പ് ആവാൻ നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ നായകൻ മരിക്കാൻ നിൽക്കുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ഇമോഷണലി കണക്ട് ചെയ്തിട്ട് കാണൂലേ? ശരിക്കും അവിടേക്ക് എന്താണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്? നമ്മുടെ ബോഡി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യത്തിൽ ആനന്ദം കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങൾ പറയുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലേ അധികവും ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ മണ്ടുന്നത്, പ്രശ്നം മാറ്റി തരണേ. അതായത് ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മൾ മണ്ടി പോവാണല്ലേ, ഒന്നും മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുന്നും ദൈവം അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താണ്, എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മാത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷൻഷിപ്പ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്നൊക്കെ നമുക്കൊന്ന് മാറിയിട്ട് യഥാർത്ഥമായിട്ടുള്ള എങ്ങനെ നമ്മുടെ മനസ്സിനെ ലീഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെയാണ് ഓരോ സാറ്റർഡേയ്സും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയുമ്പോൾ മെയിനായിട്ട് തോട്ട്സിൽ പറയാനുള്ളത്, നമുക്ക് ഒരു മനസ്സുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ലേ. ഈ ഒരു മനസ്സിന്റെ ശക്തി എന്താണോ അതുപോലെ ഇരിക്കും നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഹ്യൂമൻ ബീയിന്റെയും പവർ എന്ന് പറയുന്നത് എങ്ങനെയാണോ അവന്റെ മനസ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം അവനക്ക് മനക്കരുത്തുണ്ടോ അത്രത്തോളം അവനക്ക് ശക്തി ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ പല ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയാല്ലേ, പല വീടുകളിലും കണ്ടുവരുന്നതാണ് ഒരു കൂറ. അതായത് ഒരു കൂറയോ പല്ലിയോ എന്ന സംഭവത്തിന് ബാത്റൂമിലോ മറ്റിടങ്ങളിലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ അലറി വിളിച്ചിട്ട് സീനാക്കൂലേ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നേ വരെ ഏതെങ്കിലും ഒരു വ്യക്തി കൂറ കടിച്ചിട്ട് മരണപ്പെട്ടിട്ട് നമ്മൾ ന്യൂസിൽ വായിച്ചിട്ട് പോലില്ല. കൂറ കടിച്ചിട്ട് പോയിസൺ കയറിയിട്ടുണ്ടെന്നോ ഒരു കാര്യം നമ്മൾ വായിച്ചിട്ടില്ല. കൂറ കൊണ്ട് ഒരു ഉപദ്രവമുള്ള പോലെ പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും എന്തിനാവാം നമ്മൾ കുറേ കാര്യങ്ങൾ പേടിക്കുന്നത്? അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് നമ്മൾ പോലും ചെയ്തു വന്നതിന് മുന്നേ തന്നെ അത് അങ്ങനെ ആയിപ്പോവോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫിയർ നമ്മളിലേക്ക് കേറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേടിയെ, ഫിയറിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്? സിംപിളി പറയുമ്പോൾ, എത്ര നമുക്ക് ഫിസിക്കലി നമ്മൾ വെൽ ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ മനക്കരുത്ത് എന്ന് പറയുന്നത്, മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ മനക്കരുത്തുള്ളവരാണോ, മനസ്സിന്റെ ശക്തി നമ്മൾ ആർജിച്ചവരാണോ, അത്രത്തോളം നമുക്ക് ജീവിതത്തിനെ ആസ്വാദകരമാക്കി കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരികയാണ്, ഒരു പ്രശ്നം വരികയാണ്. പക്ഷേ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കെ ആ ഒരു പ്രശ്നത്തെ സില്ലിയാക്കി മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ആ ഒരു പ്രശ്നം നിങ്ങളിൽ ഒരിക്കലും ഇൻവോൾവ് ആയിട്ട് മാറില്ലല്ലോ. ആ ഒരു പ്രശ്നം ഒരിക്കലും നമുക്കൊരു പ്രശ്നമായിട്ട് മാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്പോഴും നമ്മൾ നോക്കേണ്ട സംഭവമാണ്, തോൽവി തോൽവി നമുക്കുണ്ടാകും.
ഫെയിലിയർ നമുക്കുണ്ടാകും. ബട്ട് ഒരിക്കലും നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, ഒരു തോൽക്കാത്ത മനസ്സാണ് നമുക്ക് വേണ്ടത്. എവിടെ നിങ്ങൾ തോറ്റ് കഴിഞ്ഞാലും തോൽക്കാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തോൽക്കാത്തൊരു മനസ്സിനെ എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഫെയിലിയർ ആയി. ആ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ആലോചിക്കുക? ഈ ഫെയിലിയർ എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും എക്സാമിലൂടെ പാസ്സായിട്ട് ഫെയിലിയർ ആയി അത് മാത്രമല്ല ട്ടോ നമ്മൾ മീൻ ചെയ്യുന്നത്. ലൈഫിൽ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഫെയിലിയർ എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ലേ? നമുക്ക് വേണ്ടത് ഹാപ്പി ലൈഫാണ്. പക്ഷെ നമുക്ക് ചുറ്റുപാടും ഉണ്ടാവുന്നത് ഒരു ഫെയിലിയർ ആയിട്ടുള്ള ലൈഫാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ നമുക്ക് ഉണ്ടായി? ഈ ഒരു സംഭവത്തെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒരു ബെറ്റർ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിന്റെ ശക്തി കൂട്ടാൻ പറ്റും? അപ്പോ മനസ്സിലേക്ക് നമുക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട സംഭവം നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ, അതായത് നമ്മളെ മനസ്സ് ഡ്രിവൻ ചെയ്യുന്നത് ഒരു സംഭവം എന്നത് നമ്മുടെ ചിന്തകളാണ്. ഈ ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ ഓരോ നേരം പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത്. എത്രത്തോളം നമ്മൾ ചിന്തകളിൽ നമ്മൾ വ്യാകുലരാകുന്നുണ്ടോ, ചിന്തകളിൽ നമ്മൾ ഫോക്കസ് ആവുന്നുണ്ടോ, അതുപോലെ നമ്മുടെ സിറ്റുവേഷനും മാറുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളൊരു നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ ഡൗൺ ആക്കുന്നെ. നിങ്ങൾക്ക് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിൽ തോട്ട് വരല്ലേ, നമ്മളെ കൊണ്ട് അതൊന്നും നടക്കൂല. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണാൻ പോവാന്നുണ്ടെന്നാണ് അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വെക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ചുറ്റുഭാഗം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സംഭവത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ചിന്തകളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പൊ ചിന്തകളാണ് നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താണ്, ചിന്തകളിലൂടെയാണ് നമ്മൾ ചുറ്റുപാടും നമ്മൾ ഓരോ സാഹചര്യങ്ങളും ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സിമ്പിളി ചിന്തകളിൽ നമ്മൾ അവെയർ ആയിക്കൊണ്ടിരുന്നാലേ നമുക്ക് നമ്മുടെ ചുറ്റുപാടും മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതായത് സ്വന്തം ചിന്തകളുടെ ഒരു ബാഹ്യം, അതായത് നമ്മളെ ആന്തരികതയിൽ എന്തെല്ലാം ചിന്തകളാണോ നമുക്ക് വരുന്നത്, ആ ചിന്തകളുടെ പ്രതിഫലനമായിട്ടാണ് നമ്മുടെ ബാഹ്യത്തിൽ, അതായത് നമ്മുടെ ചുറ്റുഭാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും എന്ന് പറയുന്നത്. ഒന്നമ്പാടി പറയാണ്, നമ്മളെ ചിന്തകളിൽ മനസ്സിൽ എന്ത് ചിന്തകളാണോ ഓടിക്കൊണ്ടേയിരിക്കുന്നത്, ആ ചിന്തകളുടെ ഫോക്കസും അല്ലെങ്കിൽ ആ ചിന്തകൾ എങ്ങോട്ട് പോകുന്നോ, ആ ചിന്തകളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾ ചുറ്റുഭാഗം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ചുറ്റുഭാഗം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ചുറ്റുഭാഗം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മൾ ചേഞ്ച് വിട്ടുവരാ പോലെ. ഈ ചിന്തകളിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവന്നാൽ നമ്മുടെ ചുറ്റുഭാഗം നമുക്ക് മാറ്റാൻ അല്ലെങ്കിൽ മാറ്റം പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു രഹസ്യമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒരു സ്റ്റോറി ഇങ്ങ് പറഞ്ഞു തന്നില്ലേ, അതുപോലെ തന്നെ ഒരു രഹസ്യമായിട്ടുള്ള സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നതിലൂടെ ഇതിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ഇപ്പൊ നമ്മൾക്ക് കുറെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറെ ജഡ്ജസും കാര്യങ്ങളൊക്കെ ജഡ്ജ്മെന്റ് നമുക്ക് വന്നേക്കാം. അതിനപ്പുറമായിട്ട് ഇതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ഇന്നു മുതൽ നമ്മൾ ഓരോ ചിന്തകൾ നമ്മൾ അവെയർ ആയിക്കൊണ്ടേയിരിക്കുക. ശരിക്കും എന്താണ് ഞാൻ എൻ്റെ സെൽഫിനെ പറ്റി ചിന്തിക്കുന്നത് എന്ന കാര്യം നോക്കി. നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് അപ്പുറത്തെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അപ്പുറത്തെ വീട്ടിൽ അവർ എത്ര വണ്ടി മേടിച്ചു, എത്ര വാഹനങ്ങൾ മേടിച്ചു, ഇതിലൊക്കെ നമ്മൾ ഇതാണ്. അല്ലെങ്കിൽ ആ ഓളം മോൾക്ക് എന്താ സംഭവിച്ചു, ഓന്റെ മോൾക്ക് എന്താ സംഭവിച്ചേ, ആ മറ്റോനില്ല അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനില്ല, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി കുറച്ച് കാലത്തേക്ക്. ഇനി നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുക. അതായത് എന്ത് ചിന്തകളാണ് എനിക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്? എന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ചിന്തകളാണോ അതോ എന്നെ ഡൗൺ ചെയ്യാനുള്ള ചിന്തകളാണോ? ഈ ചിന്തകൾ എന്ന് പറയുമ്പോൾ ചിന്തകളിൽ എത്രത്തോളം നമുക്ക് സൂക്ഷ്മാലുക്കളാക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ലൈഫിൽ മാറ്റങ്ങൾ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അതായത് നമ്മളെ ഔട്ടർ വേൾഡ് നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കാന്തം, അതായത് ഓപ്പോസിറ്റ് പോളുള്ളത് അട്രാക്ട് ചെയ്യുന്നില്ല. കാന്തത്തിന്റെ പ്രത്യേകത എന്താണ്? കാന്തം ഇങ്ങനെ അട്രാക്ട് ചെയ്യും ല്ലേ? അതായത് ഒരു കാന്തം ഇവിടെ കൊണ്ടുവച്ചാല് അതിന്റെ ഇരുമ്പ്, അതായത് കാന്തികത്തിനോട് കാന്തിക സ്വഭാവമുള്ളത് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സിനുള്ള ഒരു പവറാണ് എന്തെന്ന് പറയുന്നത്, അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ബാഹ്യ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ അത് സെയിം വൈബുള്ള അല്ലെങ്കിൽ എന്താണ് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളെ സെയിം വൈബിൾ ആളല്ലേ? ചുറ്റുഭാഗം എത്രയോ ആളുകളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ മാത്രം ചൂസ് ചെയ്ത്? കാരണം നിങ്ങൾ സെയിം വൈബായിട്ടുള്ളവരാവാം. എങ്ങനെ സെയിം വൈബായിട്ടുള്ള ഒരാളായിട്ട് അത് മാറി?
അതിലുള്ള സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളെ ചിന്തകൾ, അതായത് നമ്മൾ ഏത് തരത്തിലാണോ ചിന്തിക്കുന്നത് ആ തരത്തിലുള്ള ആളുകളെ നമ്മൾ ചുറ്റുഭാഗം വന്നുകൊണ്ടേയിരിക്കുള്ളൂ. നമുക്ക് ഏത് തരത്തിൽ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഒരു വ്യക്തിനോട് ഒരു വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് ഹേർട്ടായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ എത്ര എക്സ്ക്യൂസുകൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊന്ന് ഉള്ളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കി, ഈ ഒരു വ്യക്തിനെ എങ്ങനെ എടുക്കുക, അതായത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, ഒന്നിങ്ങനെ ഇരിക്കുക, ഇരുന്നിട്ട് ആ വ്യക്തിനെ പറ്റി മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നോക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത ആണോ ആ വ്യക്തിനെ പറ്റി നിങ്ങൾക്ക് വരുന്നത്, അതോ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയാണോ ആ വ്യക്തിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നോക്കുക. മിക്കവാറും ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്താണ്, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ പറ്റിയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഡിഫറെൻ്റ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഓരോരോ വ്യക്തികളും നിങ്ങൾ ആ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണോ പുറത്തേക്ക് വിടുന്നത് അതാണ് നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സോറി, ഗൗതമ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്, നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളുടെ ഫലമാണ് എന്നുള്ളത്. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ ജ്ഞാനം കിട്ടിയത് കൊണ്ട് ആ ജ്ഞാനം എന്ന അവസ്ഥ നിങ്ങൾ ജ്ഞാനിയായ അവസ്ഥയിലേക്ക് മാറി. അതായത് ജ്ഞാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ജ്ഞാനത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്നിട്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആനന്ദകരമായ അവസ്ഥയിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത്, അതായത് അറിവുകൾക്ക് നമ്മളെ പുനർജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. ഈ ഒരു അറിവല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ മനസ്സ് ട്രിവൺ ചെയ്യുന്നത് ചിന്തകൾ കൊണ്ടാണ് എന്നുള്ളത്. ഈ ചിന്തകളിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ, ചിന്താകുലരായിട്ടിരിക്കുമ്പോൾ നമുക്ക് സിറ്റുവേഷനും അല്ലെങ്കിൽ ചുറ്റുപാടും മാറ്റങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ്. ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ കുറെ ആളുകൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു മൈൻഡ് പവർ ഒരു തിയറിയാണ്. അതിന്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തകളിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെ ഫ്രീക്വൻസി നമ്മൾ കൂട്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യം എന്താണ് അത് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിലെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് മാറണം. അതായത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി നമ്മൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് മാറണം. എങ്ങനെ നമുക്ക് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് മാറാൻ പറ്റും? നമ്മുടെ മനസ്സിൽ നമ്മൾ ഷാർപ്പൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ ചെയ്യുന്ന ഈ ഒരു വാശി, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണം. അത് ചെയ്യണം എന്നുള്ളതാണ്. ഈ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരിക്കലും പോസിറ്റീവ് അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടുവരാന്നുള്ളതാണ്. ഇത്ര ഇങ്ങനെ അങ്ങനെയല്ല. ഒരു സെറ്റ് ഇറ്റ് ഫ്രീ, ഒരു ഫ്രീ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഒരു പഞ്ഞി, അല്ലെങ്കിൽ ഒരു തൂവാല, ആ തൂവാല നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇടാന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ടല്ലേ അത് വീണുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല ഇഷ്ടമാണല്ലേ അത് നോക്കാനൊക്കെ. തൂവാലയെ നമുക്ക് നോക്കാനും തൂവാല വീണൊക്കെ നമ്മൾ പറയില്ലേ, എന്തായാലും ഇങ്ങനെ ഒരു ഒരു വിധത്തിൽ, അല്ലെങ്കിൽ ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ വീണ് പോകുന്ന പോലെ. എന്തുകൊണ്ട് അതിന് ഇത്രത്തോളം സാധ്യമായത്? വെയിറ്റ്ലെസ് ആയപ്പോഴാണ് അല്ലേ? അതായത് വളരെ വെയിറ്റ് കുറഞ്ഞപ്പോൾ അത് സിമ്പിൾ ആയിട്ടില്ലേ ലോലമായിട്ട് പോയി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ മനസ്സിന്റെ ഭാരങ്ങളൊക്കെ നിങ്ങൾ ഇറക്കി വെക്കുമ്പോൾ, മനസ്സിന്റെ ഭാരങ്ങളെല്ലാം കുറയുമ്പോൾ നമ്മളും ഇതുപോലായിട്ട് മാറുമെന്നുള്ളതാണ്. ഒരു തൂവാലയെ പോലെ നമ്മൾക്കും പറക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മുടെ ലൈഫിന്റെ ഫ്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന്റെ പ്രോബ്ലംസ് നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലേ, മാനസികമായിട്ട് കുറെ തളർന്നിരിക്കുകയാണോ, ഇതിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? നമുക്ക് വേണ്ടാത്ത ചിന്തകൾ വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ചിന്തകൾ റീറിഫൈൻ ചെയ്യുക, റീ എഞ്ചിനീയറിംഗ് നടത്തുക. ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും എന്താണോ ഞാൻ ചിന്തിക്കുന്നത്, ഏത് തരത്തിലുള്ള ഫ്രീക്വൻസിയാണ്, ഏത് തരത്തിലുള്ള വൈബ്രേഷനാണ് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് കുറേ മാറ്റങ്ങൾ പോസിബിൾ ആവും. അതായത് കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നമ്മുടെ ലൈഫിന്റെ മുക്കും മൂലകളും നമുക്ക് മാറാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ ഒരു ചിന്തകളെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഫോക്കസിൽ ചെയ്യാം. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്താണ്? മെഡിറ്റേഷൻ. അതായത് ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് സെഷനിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തില്ലേ? ഈ മെഡിറ്റേഷൻ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? സ്റ്റാർട്ടിങ് നമ്മൾ ബ്രീത്ത് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തില്ലേ? ഒന്ന് റിലാക്സ് ചെയ്തു. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് വേണ്ടത് അതുപോലെ നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞില്ലേ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് വേണ്ട പോലെ ഇന്നേ വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ പറയുന്നുണ്ട്, എനിക്ക് ഇത്ര പ്രശ്നസ് ഉണ്ട്, എൻ്റെ മക്കൾ തീരെ ശരിയല്ല, എൻ്റെ മക്കൾ കുറെ കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആണ്, എൻ്റെ ചുറ്റുഭാഗം എനിക്ക് തീരെ ഫേവറബിൾ അല്ല, എൻ്റെ ജോബ് ഈ തരത്തിലാണ്, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ലൈഫിൽ എനിക്ക് ആക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്, ഇന്നേ വരെ എങ്ങനെ നിങ്ങൾ ആവണോ ആ ആവേണ്ട രീതി നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഉദ്ദേശിച്ചാൽ മാത്രം പോരാ, ഒരു നെഗറ്റീവ് തോട്ട്സും ആഡ് ചെയ്യാതെ, അതൊന്നും എന്നെ കൊണ്ട് നടക്കൂല എന്ന തരത്തിലല്ലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയാണ് എനിക്ക് കടങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ ഒരാൾ വന്ന് പറയണം, നിനക്ക് ഞാനൊരു 10 ലക്ഷം രൂപ നിനക്ക് തരികയാണ്, നീ ഇത് കൈക്ക് പിടിച്ചോ, നിന്റെ ലൈഫ് എങ്ങനെയാച്ചാ അങ്ങനെ കൊണ്ടുപോയിക്കോ, നമ്മളോട് ആരെയും വന്ന് പറയാണ്, അതിനൊരു 10 ലക്ഷം നമ്മൾ കൈക്ക് തരികയാണ്.
എന്നിട്ട് അവനോട് പറയാണ്, അന്റെ ഈ 10,00,000 അന്റെ വീട്ടില് വെക്കണം ട്ടോ എന്ന കാര്യം നമ്മളോട് പറയാണ്. അപ്പോത്തിന് നമുക്ക് പേടി വരല് തുടങ്ങൂലേ. 10,00,000 ഒക്കെ എന്റെ വീട്ടിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? കള്ളന്മാര് വരുവോ? അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ? അങ്ങനെയൊക്കെ കുറേ തോട്ട്സ് നമുക്ക് വരാൻ പോകുന്നത്. ഈ ഓരോ തോട്ടുകൾ വരുന്ന കാരണം കൊണ്ട് തന്നെയാണ് നമ്മളൊരു കാര്യം നടക്കാത്തത്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗവും നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇതുപോലൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്? ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം എന്താണ്? തോട്ട്സിനെ മാറ്റാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കുറേ കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാകും എന്നുള്ളതാണ്. അതായത് ഇന്ന് വരെ ലൈഫില് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതിന് കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ലൈഫ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ടുള്ളതെന്ന് സംഭവം. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ നിരന്തരമായി നമ്മള് കാണുന്നത് കാരണം മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവുന്നത്. അപ്പോ അതിനെ മാറ്റാൻ തയ്യാറാവുക. പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലേക്ക് നമ്മുടെ ലൈഫിനെ നമ്മൾ റീഷിഫ്റ്റിംഗ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോ ഇതിന് നിങ്ങൾ തയ്യാറായിട്ട് മാറുമ്പോൾ ലൈഫ് കംപ്ലീറ്റ് മാറുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഫീൽ ചെയ്യുന്നപ്പുറം മാറ്റി ലൈഫ് മാറും എന്നുള്ളതാണ്. അപ്പോ എത്രത്തോളം നമ്മൾ നമ്മുടെ ലൈഫിനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് അല്ലേ? അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? കുറേ കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പോ ഇന്ന് വരെയുള്ള നമ്മൾ പറയില്ലേ, ഇന്ന് വരെയുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇനി ഓർമ്മകളാണ്. ഇതുവരെ എന്തെല്ലാം നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് എന്താ ഇപ്പൊ വെറും ഓർമ്മകൾ മാത്രമായിട്ടുള്ള സംഭവമാണ് അല്ലേ? അപ്പൊ ഓരോ നിമിഷവും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പുതുതായത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്കും മാറിക്കൂടാ? സമയം മാറുന്നു, പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കും എക്സ്പാൻഡ് ചെയ്യണ്ടേ? നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണ്ടേ? നമുക്ക് നമ്മുടെ തോട്ട്സിനെ, നമ്മളെ അറിവുകളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണ്ടേ? അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് മടിയാണ് ല്ലേ? എന്തുകൊണ്ട് നമുക്ക് മടി വന്നിട്ടുള്ളത്? കാരണം അതൊക്കെ കുറെ എന്തൊക്കെ ചെയ്യണ്ടേ? കാരണം നമ്മുടെ ബ്രെയിനിന്റെ ഒരു സംഭവമുണ്ട്. എപ്പോഴും കംഫർട്ട് എന്താണോ അത് മാത്രമാണ് നമ്മുടെ ബ്രെയിൻ ചൂസും ചെയ്യും. അതായത് നിങ്ങളൊരു നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? കംഫർട്ട് എന്താണ്? അതാണ് ഏറ്റവും മാക്സിമം ചൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് നിങ്ങളോട്. 1+1 എത്രയെന്നും അല്ലാന്നുണ്ടെങ്കിൽ 100 not 1+999 ഇത് നമ്മൾ ആഡ് ഓൺ ചെയ്ത് എത്ര കിട്ടാണ്? രണ്ടും നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അതായത് രണ്ടും കൂട്ടിയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ പറയുമ്പോൾ, ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് എന്താ നമ്മൾ പറയാ? 1+1 = 2 എന്നല്ല നമ്മൾ പറയാൻ തയ്യാറാവുക. കാരണം എന്താണ്? ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ളത് എന്താണോ അതാണ് നമ്മുടെ ബ്രെയിനിന് വേണ്ടത്. അല്ലെങ്കിൽ അതാണ് നമ്മൾ ഡ്രിവൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ മടിയും ലേസിനെസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളമാണോ, അല്ലെങ്കിൽ നിങ്ങളെ പരിമിതി എന്താണോ എന്നൊരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ, അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോയിക്കൂടെ? അതിലൂടെ തന്നെയല്ലേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചുറ്റുഭാഗം കുറേ പ്രശംസ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുന്നത് വെച്ചോളൂ. അല്ലെങ്കിൽ എന്താണ്, ഒരു സാഹചര്യമാണ് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ സാഹചര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതായത് എനിക്ക് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ സംഭവം സംഭവിച്ചത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും നോക്കിയേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പ്രശ്നമായിട്ട് മാറില്ല എന്നുള്ളതാണ്. അതായത് പല കുട്ടികളെയും നമ്മൾ കണ്ടിട്ടില്ലേ? ടീച്ചേഴ്സ് അന്ന് ടീച്ചർ അയക്കുന്ന അടി കിട്ടുന്ന ഉറപ്പാണ് ആ കുട്ടിക്ക്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് കഴിഞ്ഞാൽ ഉപ്പമാരും ഉമ്മമാരും അയക്കുന്ന അടി കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ കുട്ടി എന്താ വിചാരിക്കുക? ഇന്ന് എന്തായാലും അടി കിട്ടാൻ പോവാനുള്ളതാണ്. അപ്പൊ എഴുത്തുള്ള കുട്ടിയോട് പറയും, ഇന്നിപ്പോ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ഉപ്പാക്ക് എന്താ പറയാനുള്ളത്? നേരം വൈകിയില്ലേ? നീ ഇത്രയൊക്കെ നേരം വൈകിയില്ലേ? എന്തിനാ നേരം വൈകിട്ടുള്ളത്? എന്നും പറയുന്ന ഡയലോഗ് തന്നെയാണ്. അതിന് കുട്ടിക്ക് ഒന്നും കിട്ടാതെ അറിയാം. കുട്ടി നേരെ പോയിട്ട് കൈയാണ്ട് കാണിച്ചു കൊടുക്കും, അടിച്ചോളൂ എന്നുള്ളത്. അതായത് കുട്ടി ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവിടെ പെയിൻ എന്തായി? റിലീവ് ആയി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പെയിന് നമുക്ക് റിലീവ് ആവാൻ കാരണമായിട്ടുള്ളത് എന്താണ്? അക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തി നമ്മളോട് ബാഡ് ആയിട്ട് പെരുമാറിക്കൊണ്ടേ ഇരിക്കാന്നുണ്ടെങ്കിൽ, അതായത് എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ ട്രെയിനിങ്ങിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഇത്രയും കാലം ഒരു ഒരു ലെവലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സൂട്ടും കൊട്ടൊക്കെ ഇട്ട് ട്രെയിനറായിട്ട് മാറുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗം എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും അല്ലേ? അതായത് ഇത്രയും കാലം ഇങ്ങനെ കളിച്ച് ചിരിച്ച് നമ്മളിപ്പോൾ നടന്ന് നമ്മളെ കൂട്ടുകാരന്മാരോട് നമ്മളിങ്ങനെ സൂട്ടും കൊട്ടൊക്കെ ഇട്ട് വർത്താനം പറയുമ്പോൾ അവർക്ക് ഇവനല്ലേ എന്ന തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആള് നിരന്തരമായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റും എന്നെക്കൊണ്ട് അത്ര, എന്നെക്കൊണ്ട് ഇങ്ങനെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യായിരുന്നു.
അങ്ങനെ ഇരിക്കെ അവനെ എങ്ങനെ നമുക്ക് എഫക്ട് ചെയ്യാതെ മാറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതായത് ഇവൻ എന്നോട് ഇങ്ങനെ പെരുമാറാം. ഓക്കെ, അത് ഞാൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവൻ എങ്ങനെ എന്നോട് പെരുമാറി കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഒരു ഫിലിം കാണുന്ന പോലെ നമ്മളത് കണ്ടു നിൽക്കും എന്നുള്ളതാണ്, ഉള്ളിലേക്ക് എടുക്കാതെ. ഇങ്ങനത്തെ ഒരു പവർ നമുക്ക് കിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചുറ്റുഭാഗം എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം കേട്ടോ. നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മളൊന്ന് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നമുക്ക് അക്സെപ്റ്റൻസ് വരെ വരുള്ളൂ. ആദ്യം നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും പോസിബിൾ ആവില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ കുറവുകളും നമ്മളെ കുറ്റങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ഇത്ര ലിമിറ്റേഷൻ, ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ഈ അക്സെപ്റ്റൻസിലൂടെ നമ്മൾ എന്തിലേക്ക് വേണം, പിന്നെ നമ്മൾ എക്സ്പാൻഡിലേക്ക് വരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇനി ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഇനി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാമാണോ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തോട്ട്സിന്റെ ഇമ്പോർട്ടൻസും എങ്ങനെ നമ്മൾ തോട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തോട്ട്സിന്റെ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ സിംപിളി നമ്മുടെ ലൈഫിൽ ഓരോരോ തോട്ട്സും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെറുപ്പകാലത്തു നിന്നാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോകുന്ന ഓരോരോ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ തോട്ട്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എനിക്കുള്ള ഒരു പെർസെപ്ഷൻ ആവില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഉണ്ടായിട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഓരോരുത്തരുള്ള പെർസെപ്ഷൻ ആവില്ല എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു കാര്യത്തിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറേ പെർസെപ്ഷൻസ് ഓരോരുത്തർക്കും ഉണ്ടാവാം. ഓരോ നിയമങ്ങളിലെയും ഓരോരോ പ്രവർത്തനങ്ങളാവാം ഓരോരുത്തർക്കും ഉള്ളത്. അത് എന്തുകൊണ്ടാണ് അവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നമ്മളൊരു സാധനത്തെ കാണുന്നത് ഏത് രീതിയിലാവാം, ഒരു ഓക്കെ ഫീലിംഗിലാവാം. എന്നാൽ വേറൊരാൾ സാധനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ബാഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സാധനത്തെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലാവും അവർ കാണുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സാധ്യമായിട്ടുള്ളത്? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെറുപ്പത്തിൽ ഒരു കാര്യത്തെ എങ്ങനെയാണോ ഉള്ളിൽ കെടുത്തിരിക്കുന്നത്, സീർ എന്ന് പറയും, സോഷ്യലായിട്ട്, എക്കണോമിക്കലായിട്ട്, എഡ്യൂക്കേഷനായിട്ട്, നമുക്ക് എങ്ങനെ റിലീജിയൻ പരമായിട്ട് നമുക്കൊരു കാര്യം എങ്ങനെയാണോ കിട്ടിയിട്ടുള്ളത്, അതിന്റെ പ്രതിഫലമായിട്ടാണ് നമ്മൾ ഓരോരോ കാര്യത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിന്നെല്ലാം ഒന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഒരു യാഥാർത്ഥ്യം നമുക്ക് അറിയണ്ടേ? ഒരു യാഥാർത്ഥ്യം നമുക്ക് പഠിക്കണ്ടേ? അതാണ് നമ്മൾ ഓരോ ദിവസവും ഇവിടിങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് യഥാർത്ഥമായിട്ടുള്ള ഓരോരോ അറിവുകളെയും നമുക്ക് ഉൾക്കൊള്ളാൻ രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. നമ്മള് മുന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഒരു ഒരു ട്രിപ്പൊക്കെ നമ്മള് പോകുമ്പോ കുന്നിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പ്രകൃതി ആസ്വദിക്കുമ്പോ എന്ത് ഭംഗിയാണല്ലേ നമുക്ക് പ്രകൃതിയെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പറയും "ഊഫ്, എന്ത് സംഭവമാണ് ട്ടോ, ഭയങ്കര ഫീലാണ്, ഭയങ്കര വൈബാണ് ട്ടോ" എന്നൊക്കെ നമ്മള് പറയലുണ്ടല്ലേ. ഇത് ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോഴല്ലേ ഈ വൈബും ഈ ഒരു ഫ്രീനെസ്സും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അന്നേരം നമ്മള് ഒരു സ്ഥലം മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദമാവും ല്ലേ? അതായത് ഒരു കുന്നിന്റെ മുകളിൽ താഴോട്ടേക്ക് നോക്കുമ്പോൾ ഭയങ്കര കാംനെസ്സും, എന്നാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് മാത്രം എടുത്തിട്ട് അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ എന്താ പ്രശ്നം? നല്ല ബുദ്ധിമുട്ടും ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവം ഉണ്ടായത്? അവിടെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര അപ്പിലാണ്. അതുപോലെ തന്നെ നമ്മൾ സെൽഫിനെ നമ്മൾ എലവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ പ്രോബ്ലംസിനൊക്കെ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കില് നമുക്ക് എന്തായിട്ട് മാറും? കാംനെസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ കാംനെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ സംഭവം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറ്റാച്ച്ഡ് ആണോ അതിനെല്ലാം ഡിറ്റാച്ച്മെന്റ് ചെയ്തിട്ട് അതിലെല്ലാം കണക്ഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറ്റാച്ച്ഡ് ആണോ, ആ അറ്റാച്ച്ഡ് ആയ ഓരോരോ കാര്യത്തിനും നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് ചെയ്തിട്ട് ജസ്റ്റ് അതിനോട് കണക്ഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കണക്ഷൻ ആകുമ്പോൾ എന്താണ്, പ്ലഗ് ആണല്ലേ, എപ്പോഴും ഊരി പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് അതുകൊണ്ട് ഉണ്ടാവില്ല. അറ്റാച്ച്മെന്റ് ആണ് എന്തെന്നാൽ ഇങ്ങനെ ഉണ്ടാവുക, അതായത് ഇങ്ങനെ ഒട്ടിക്കെടുക്കും. അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നത്. കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. അപ്പൊ ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഏതൊരു സംഭവമാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സംഭവം എന്താണ്, അതിനോട് നമ്മൾ കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ അറ്റാച്ച്ഡ് ആണോ കണക്റ്റഡ് ആണോ എന്ന്? സിംപ്ലി നമ്മുടെ തോട്ട്സിലേക്ക് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ചിന്തകളിലേക്ക് നോക്കിയാൽ മതി. ഏത് തരത്തിലാണ് ഈ ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ ഉൾക്കൊള്ളുന്നത്, എന്റെ ചിന്തകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നതുപോലെ ഇരിക്കും നമ്മുടെ കണക്ഷനും അറ്റാച്ച്മെന്റ് എന്നുള്ളത്. അപ്പൊ ഇന്ന് മുതൽ മാക്സിമം നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യത്തിൽ നമ്മൾ കണക്ഷൻ കൊണ്ടുവരാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അറ്റാച്ച്മെന്റിന് അപ്പുറമായിട്ട് കണക്ഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആവാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കൊക്കെ വേണ്ടത് അതല്ലേ? പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ല്ലേ, എന്താണ് നിനക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? ഫ്രീ ആയിട്ട് ഒന്നുമില്ലാതെ കുറേ നേരം ഒന്ന് ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ശരിക്കും ഈ ഫ്രീനെസ് എവിടുന്നാണ് വരുന്നത്?
അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് പറയുമ്പോ, ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാന്ന അവസ്ഥയാണ് നമുക്ക് വേണ്ടത് ല്ലേ. പക്ഷെ വേറെ കുറെ ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവര് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. 8 ഹവർ വർക്ക് എന്ന് പറഞ്ഞാൽ 12 ഹവറൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഫ്രീ ആണ് എന്നുള്ളൊരു അവസ്ഥ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അത് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ പോരെ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടാസ്കും കുറച്ച് ടൂൾസും നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നുള്ളൊരു അവയർനെസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മള് ഇന്ന് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാര്യങ്ങളൊക്കെ. അപ്പോ ഇനി നിങ്ങളെ ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങള് ഡിസ്കസ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ലൈഫിലൊക്കെ കുറേ കാര്യങ്ങൾ, അതായത് ഏതൊരാളും നമ്മളോട് ഏതൊരു തരത്തിൽ പെരുമാറുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു നെഗറ്റീവ് കാര്യം വരുന്നതിന് പിന്നിൽ ഒരു പെയിൻ ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടായിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ സംഭവിച്ച സംഭവമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യമാവാത്തത് കൊണ്ടോ അതുകൊണ്ട് മാത്രമാണ് അവർ പെയിന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പെയിന് വേറൊരാൾ നമ്മളോട് കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് അവന് എന്തോ ഒരു പെയിൻ ഉണ്ടായത് കൊണ്ടല്ല അവൻ നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. നമ്മളോട് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ അവനോട് കുറെ വിദ്വേഷവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നമ്മളൊരു അറ്റാച്ച്മെന്റിന് അപ്പുറം ഒരു കണക്ഷൻ ഫീൽ ചെയ്യാന്നുള്ളതാണ്. അവൻ അവന്റെ ഇഷ്ടങ്ങൾ ചെയ്യട്ടെ. അവൻ അവന്റെ കാര്യങ്ങൾ അവിടെ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തിരയാതെ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പിന്നെ അതൊക്കെ മാറ്റി നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാ. കുറച്ച് സമയം നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ശരിക്കും ഞാൻ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു ദിവസം ചിന്തിച്ചു പോകുന്നില്ല. അന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു കിടക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്തിനെ പറ്റിയാണ് ശരിക്കും ചിന്തിക്കുന്നത്? എന്റെ ലൈഫ് ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ എവിടെയാണ് എത്താൻ പോകുന്നത്? ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ, ചിന്തകൾ കൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റിയെടുക്കാൻ പറ്റും. മെജോറിറ്റി പ്രോബ്ലംസ് ചിന്തകളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ ഈ കാര്യം ഇന്നുകൾ കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്നത് ചിന്തിക്കുക. ചിന്തകളിൽ തന്നെ നമ്മൾ സൂക്ഷ്മാണുക്കളായിട്ട് മാറുക. ചിന്തകളിൽ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താകാൻ പറ്റും? നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ വേണ്ട രീതിയിൽ നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇന്ന് മുതൽ ചിന്തകളിൽ ചിന്താലുക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. അപ്പോ ഓക്കെ അല്ലേ? എല്ലാവരും ഇവിടെ തന്നെ അല്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചാറ്റ് ബോക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോ സെഷന്റെ റെക്കോർഡിങ്സ് നമ്മൾ ഏതായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒന്നുപാടെ റെക്കോർഡിങ്സ് ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്കൊന്ന് പിടുത്തം കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് കണക്ട് ചെയ്താൽ മതി. നമുക്ക് ക്ലാരിഫൈ ചെയ്യാന്നുള്ളതാണ്. പിന്നെ എൻ്റെ കൺസൾട്ടേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്നുണ്ടെങ്കിൽ ഒരു 1 ഹവർ നമ്മൾ ഇതേപോലെ പേഴ്സണലി നമ്മൾ സൂമിൽ ഇരുന്നിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ലൈഫിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അതിന്റെ സൊല്യൂഷനോ അല്ലെങ്കിൽ അതിൽ ഒരു എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒരു മൈൻഡ് ആസ്പെക്റ്റിൽ നമ്മൾ മാറ്റിയെടുക്കുന്നുള്ളത്. ഒരിക്കലും ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതല്ല. നമ്മുടെ മൈൻഡ് ആസ്പെക്റ്റിലുള്ള മൈൻഡ് കോച്ചിങ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വേണ്ട ആളുകൾ പേഴ്സണലി കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് സാറ്റർഡേയും ഇതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.